വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനായ എൻ്റെ സുഹൃത്തും ഗോവ ഗവർണറുമായ ശ്രീ ശ്രീധരൻപിള്ള, ഓരോ മലയാളിയുടെയും മനസ്സിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ രവിപിള്ള എൻ്റെ ഒരു സഹോദരനാണ്. വളരെ വർഷങ്ങളുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് തികച്ചും വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ ബന്ധം എല്ലാ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പരസ്പരം ശ്രമിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ പോയാൽ, സൗദി അറേബ്യയിൽ പോയാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ നേരിൽ കാണാൻ കഴിയും. അവിടെ പണിയെടുക്കുന്ന ഓരോ മലയാളിയും, ഇന്ത്യക്കാരനും, ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിലെ ജീവനക്കാരും അഭിമാനബോധത്തോടെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും വിലയിരുത്തുന്നത്. ഈ അടുത്ത സമയത്ത് അൽക്കോബാറിൽ പോകാൻ അവസരം എനിക്കുണ്ടായി. അവിടെ വെച്ച് എന്നോട് പറഞ്ഞ ഞാൻ കണ്ട നിരവധിയായ ജീവനക്കാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് സാഗൂതം കേൾക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. ജീവിതത്തിൽ ഏതൊരു ഉദ്യമത്തിനാണോ നമ്മൾ മുതിരുന്നത്, ആ ഉദ്യമം പരിപൂർണമായും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിത വിജയം കൈവരിക്കാൻ കഴിയുന്നത് നിതാന്തമായ പരിശ്രമത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ടാണ്. വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകുന്നു. The question is how to translate the challenges into opportunities. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കുന്നത്. വെല്ലുവിളികളുടെ മുമ്പിൽ പതറാതെ നിന്നത് കൊണ്ടാണ് രവിപിള്ള ചേട്ടന് ഇത്രയും വലിയ വിജയങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. RP ഫൗണ്ടേഷൻ എത്രയോ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജീവിതം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നടന്ന സമൂഹ വിവാഹം ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി. ക്യാൻസർ രോഗികൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ, അങ്ങനെ ഓരോ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളെ സഹായിക്കാൻ RP ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ നമുക്ക് വിസ്തരിക്കാൻ സാധ്യമല്ല. പ്രവാസികളായ മലയാളികളെ ബുദ്ധിമുട്ടിലാകുമ്പോൾ ഞങ്ങളൊക്കെ ഫോൺ ചെയ്താൽ ആ ഫോൺ സ്വീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു മനോഭാവം അതെന്നും സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ശ്രീ രവിപിള്ള എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഉദ്യമം തുടരണം. ഓരോ മലയാളിക്കും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു പേരായി ശ്രീ രവിപിള്ള പ്രവർത്തനം തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. സർവശക്തനായ ദൈവം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.